കൊല്ലപ്പെട്ട കാര്യത്തിലൊന്നും തന്നെ നമുക്കൊരു ആരൊക്കെയാണ് എന്നുള്ള ഒരു കാര്യം ലഭിച്ചിട്ടില്ല. ഈ ഇവിടെ കൊല്ലപ്പെട്ടത് സഹോദരനും അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വാപ്പയുടെ ഉമ്മ, ഈ അഫാന്റെ വാപ്പയുടെ ഉമ്മ കൊല്ലപ്പെട്ടതായുള്ള ഒരു വിവരസ്ഥിതി. മറ്റ് രണ്ടുപേരും ആരൊക്കെയാണ് എന്നുള്ള കാര്യം മറ്റു രണ്ടുപേരും എനിക്കിപ്പോൾ അറിയാൻ സാധിച്ചത് ഈ പയ്യൻ്റെ തന്നെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളല്ല മരണപ്പെട്ടിട്ടുള്ളത്. പെൺകുട്ടിയെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ഗോകുലം മെഡിക്കൽ കോളേജിൽ കയറി ആ കുട്ടിയെ ഞാനൊന്ന് കണ്ടു. എനിക്കൊരു ചെറിയ സംശയമുണ്ട് ആ കുട്ടിയെ സംബന്ധിച്ച്. അതൊന്ന് കൺഫേം ആക്കുന്നതിന് വേണ്ടി ആ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടും. ആ കുട്ടി അവിടെ ഉള്ളതാണോ എന്നറിയുന്നതിന് വേണ്ടി. സമീപത്തുള്ളതാണ് എന്ന് നമുക്ക് സംശയം തോന്നുന്നതാണ്. അത് കൺഫേം ആവാതെ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഉടൻ തന്നെ ഒരു അരമണിക്കൂറിന് തന്നെ അത് അറിയാൻ പറ്റും. ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട മറ്റു രണ്ടുപേരും എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് കൊടുക്കാൻ സാധിക്കും. പെൺകുട്ടിയുടെ ബന്ധുക്കളല്ല, ഈ പറയുന്ന പയ്യന്റെ ബന്ധുക്കളാണ്. മാമായും മാമിയും. പയ്യന്റെ മാമായും മാമിയും പാപ്പയുടെ ഉമ്മയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അത് താഴെപ്പാങ്ങോട്ടും ആറ്റുംപുറത്ത് മാമായും മാമിയാണ്. ഇവിടെ എസംപുരം. ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളല്ല എന്നുള്ള കാര്യം സ്ഥിരീകരണം. ഈ പെൺകുട്ടി ആരാണ് എന്ന് അത് നമുക്ക് അവിടെ പോയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഒരു സംശയം വന്നിട്ടുണ്ട്. ആ കുട്ടിയെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിനൊരു സംശയമുണ്ട്. വെഞ്ഞാറുമായി ബന്ധപ്പെട്ട ഒരു സംശയം വന്നിട്ടുണ്ട്. അതിപ്പോൾ ഉടൻ തന്നെ വിവരം അറിയാൻ പറ്റും. മറ്റൊരു കാര്യം അറിയുന്നത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് താഴെ പോകാൻ ഇവിടെ തുടങ്ങി ഒരു 10-16 കിലോമീറ്റർ. മറ്റൊരു കാര്യം 7 പേരെയും തലക്കടിച്ചത്, 6 പേരെയും തലക്കടിച്ചതാണ്, ചുറ്റുകൊണ്ട് തലക്കടിച്ചതാണെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഗൺ പോയിന്റ് ഉണ്ട്. ഞങ്ങൾ ബോഡി കണ്ടിട്ടാണ് വരുന്നത്. ഗൺ പോയിന്റ് ഉണ്ട്. മദറിന്റെ ശരീരത്തിൽ, ഷമി എന്ന് പറയുന്ന മദറിന്റെ ശരീരത്തിൽ ബ്രെയിൻ ഡാമേജാണ്, ക്രിട്ടിക്കലാണ്. ബ്രെയിനിൽ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അത് ഷൂട്ടിംഗ് ആണെങ്കിൽ ഇങ്ങനെ ഈ തുള വരത്തുള്ളൂ. അതുപോലെ ആശുപത്രിയിൽ പോയി കണ്ടു, ബോഡി കണ്ടിട്ടാണ് വരുന്നത്. കണ്ടിട്ടാണ് വരുന്നത്. സംശയമാണ് നമുക്കാരും. നെറ്റിയിൽ ഇങ്ങനെ ഹോളുണ്ട് രണ്ടുപേരുടെ. പെൺകുട്ടിയുടെ മാരകമായ ശരീരം, മുഖത്തൊക്കെ മാരകമായ പരിക്കും. അമ്മയ്ക്കും തന്നെ. അമ്മയ്ക്കും നെറ്റിയിൽ ഈ ഡാമേജാണ്, ബ്രെയിൻ ഡാമേജ് വന്നിരിക്കുന്നത്. തലയ്ക്ക്. അനുജൻ സ്പോട്ടിൽ തന്നെ മരിച്ചു. കാര്യം മാരകമായി മുഖത്തും എല്ലാം. നമ്മൾ ആ ബോഡി കണ്ടാൽ തന്നെ അറിയാം. നെറ്റിയിലും അതറിയില്ല. അത് നമ്മൾ ബോഡി കണ്ടില്ല. അത് തലയ്ക്ക് അവിടുന്ന് കിട്ടിയ മെസ്സേജ് അനുസരിച്ച് തലയ്ക്ക് അടി കൊണ്ട് വീണ് കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. അവർക്ക് നല്ല പ്രായമുണ്ട്. അവൻ്റെ വാപ്പയുടെ അമ്മയാണ്. അഭിലാഷ്, അതായത് ഈ ഒരു കൊലപാതകങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കിവിടെ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയാണ്. അതിക്രൂരമായ രീതിയിലാണ് ഈ 5 പേരെയും കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവരുടെയും, അതായത് ഇപ്പോൾ ഇവിടെ ഗോകുലം മെഡിക്കൽ കോളേജിലുള്ളത് 3 പേരുടെ മൃതദേഹങ്ങളാണ്. ആ 3 പേരുടെ മൃതദേഹങ്ങൾ വളരെ മൃഗീയമായ രീതിയിലാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യം തെളിവാണ് എന്നാണ് ഈ മൃതദേഹങ്ങൾ നേരിട്ട് കണ്ട ജനപ്രതിനിധികൾ, ആശുപത്രിയിൽ പോയി നേരിട്ട് കണ്ട ജനപ്രതിനിധികൾ പറയുന്നത്. ഇതിൽ അഫാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ വീട്ടിലുണ്ടായിരുന്ന അഫാന്റെ സഹോദരനാണ്. ഏകദേശം 10 വയസ്സോളം ഇളയതായിട്ടുള്ള ഒരു സഹോദരനാണ്. അഫാൻ എപ്പോഴും ഒപ്പം കൂട്ടുന്ന ആളാണ്. പള്ളിയിൽ പോകുമ്പോൾ അഫാന്റെ ഒപ്പം ബൈക്കിലാണ് എല്ലാ ദിവസവും കൊണ്ടുപോകുന്നതെന്നൊക്കെ കാര്യങ്ങൾ അഫാന്റെ സുഹൃത്തുക്കൾ പറയുന്നു. ആ അനിയനെ ഉൾപ്പെടെ വളരെ മൃഗീയമായാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും ഈ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള 3 പേരുടെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അത് ചുറ്റിക കൊണ്ടാണ് അടിച്ചതെന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരം. പക്ഷേ ഇതൊരു ഗൺ ഷൂട്ടാണോ എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെ ഇപ്പോൾ ജനപ്രതിനിധികൾ സംശയം പറയുന്നുണ്ട്. കാരണം ഈ അഫാന്റെ അമ്മയുടെ തലക്കേറ്റ പരിക്കും അതുപോലെ തന്നെ അനിയന്റെ പരിക്കും മറ്റൊരു പെൺകുട്ടിയുടെ മൃതദേഹം ഈ വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു. ഈ 3 മൃതദേഹങ്ങളിലും വളരെ മൃഗീയമായി എല്ലാവരുടെയും തലയ്ക്കാണ് വലിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുള്ളത്. ബ്രെയിൻ ഡാമേജാണ് 3 പേരുടെയും മരണകാരണമായി പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരിൽ ചിലരും അതുപോലെ തന്നെ ഇവിടെ എത്തിയ ജനപ്രതിനിധികളിൽ ചിലരും ഒരു സംശയം പറയുന്നത് അതൊരു ഗൺ ഷൂട്ടാണോ എന്നുള്ളൊരു കാര്യം കൂടി സംശയം പറയുന്നുണ്ട്. പക്ഷേ നമുക്കതൊരു സ്ഥിരീകരിക്കാൻ പറ്റുന്ന വിവരമല്ല. ചുറ്റിയ കൊണ്ടുള്ള അഭിലാഷ്, മറ്റൊരു കാര്യത്തിൽ നമുക്കിപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ മറ്റ് കൊല്ലപ്പെട്ട 2 പേർ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ പല രീതിയിലുള്ള അഭിപ്രായം വന്നിരുന്നു. ഈ പെൺകുട്ടിയുടെ അച്ഛനും വാപ്പയും ഉമ്മയുമാണ് മരിച്ചതെന്നുള്ള കാര്യമൊക്കെ തന്നെ പലരും അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ അതിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന്, ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇത് ഈ കൊല്ലപ്പെട്ട അഫാന്റെ വാപ്പയുടെ സഹോദരൻ